ഹലോ കൂട്ടുകാരെ, ടീറക്സ് പിടിച്ചോണ്ട് പോയ നമ്മുടെ സിഡിനെ രക്ഷപ്പെടുത്താനായിട്ട് മാനിയും കൂട്ടുകാരും പോയൊരു അടിപൊളി യാത്ര 2009 പുറത്തിറങ്ങിയ ഐസ് ഏജ് 3 ഡോൺ ഓഫ് ഡൈനോസേഴ്സ്. എല്ലി ഗർഭിണിയായപ്പോ മാനിക്കാണ് ഒടുക്കത്തെ ടെൻഷൻ. അവൾക്കിനി വേദന വരുന്നുണ്ടോ, അവള് തന്നെ വിളിച്ചോ, ഇമാതിരി ചിന്തകളാണ് അവന്റെ മനസ്സിൽ മുഴുവൻ. എന്തെങ്കിലും വലിയ ശബ്ദം കേട്ടാ എല്ലി എന്നെ വിളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എന്ത് പണിയാണെങ്കിലും അത് നിർത്തിവെച്ച് കൂട്ടുകാരുമായി മാനി അവിടേക്ക് ഓടിയെത്തും. എന്നാ എല്ലി വിളിച്ചിട്ടുണ്ടാവില്ല. പൊന്നു മാനി, ഞങ്ങളുടെ നല്ല ജീവൻ നീ കളഞ്ഞു എന്ന് പറഞ്ഞ് കൂട്ടുകാര് പോവും. എപ്പോഴും എല്ലിയും അവനെ ഉപദേശിക്കാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതല്ലേ എന്ന്. അപ്പൊ മാനി എല്ലിക്ക് ഒരു സർപ്രൈസ് കാണിച്ചു കൊടുത്തു. ഇവർക്ക് വരാൻ പോകുന്ന കുഞ്ഞാവയ്ക്ക് വേണ്ടി നമ്മുടെ മാനി ഇപ്പൊ തന്നെ ഒരു അടിപൊളി സ്നോ പാർക്കൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. സിഡിപ്പോ അതിനകത്ത് കളിക്കാനും പോകുന്നുണ്ട്. ഇന്നേരത്തെ ഡിയാഗോ ഈ പരിസരത്തൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ഒരു മാനിനെ പിടിക്കാനായിട്ട് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ എന്തിനാ ഇങ്ങനെ സ്വന്തം ഒറ്റപ്പെട്ട് നടക്കുന്നത് എന്ന് വെച്ചാല് മാനി ഇപ്പൊ ഫുൾ ടൈം എല്ലിയുടെ പിറകെയാണ്. അപ്പൊ ഇവന് തോന്നി മാനിക്ക് ഇവരെ ഒന്നും ശ്രദ്ധിക്കാനേ സമയമില്ല. നമ്മുടെ ഡിയാഗോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് എല്ലിക്ക് തോന്നി. എല്ലിയാണ് മാനിയോട് ഇക്കാര്യം പറയുന്നത്, അവനോട് പോയി സംസാരിക്കണമെന്ന്. അങ്ങനെ മാനി ഡിയാഗോയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാണ്. ഓ, അവള് പറഞ്ഞത് ശരിയാ, നിനക്കിപ്പോ കുടുംബവും അതിന്റേതായ ഉത്തരവാദിത്വവും ഒക്കെ വന്നു. ഇപ്പൊ ഞങ്ങളുടെ ഒപ്പം പണ്ടത്തെ പോലെ കറങ്ങി അടിച്ച് നടക്കാനൊന്നും സമയമില്ല. നിനക്കിപ്പോ കൂട്ടും കുടുംബവും ഒക്കെ ആയില്ലേ. ഞാനും അപ്പോ എന്റെ സ്വന്തം കുടുംബത്തെ തേടി ഇവിടെ നിന്ന് പോകണമെന്ന് തോന്നുന്നു. മാറി താമസിക്കാനാണ് എന്റെ തീരുമാനമെന്ന് ഡിയാഗോ പറയുന്നു. അപ്പോഴാണ് സിഡ് ഒരു കാര്യം ഓർക്കുന്നത്. നീ പോയാ അപ്പൊ എനിക്കാരാ? എനിക്കും ആരുമില്ലല്ലേ. ഏയ് മുള്ളംപന്നികളെ, എന്റെ കൂടെ നിങ്ങൾ കൂട്ടാകുവോ? നിങ്ങള് എന്റെ കുടുംബക്കാരാവോ എന്നൊക്കെ സിഡ് ചോദിക്കുകയാണ്. എനിക്കും ആരുമില്ല. പെട്ടെന്നാണ് മഞ്ഞുപാളി പൊട്ടി അവനൊരു കുഴിയിലേക്ക് വീഴുന്നത്. ദേ ഇവിടെ കിടക്കുന്നത് ഒരു മുട്ടയല്ലേ? അപ്പോ എന്റെ പ്രാർത്ഥന കേട്ട് ദൈവമായിരിക്കാം മുട്ട ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. അപ്പൊ ഇത് എന്റെ മുട്ടകളാ, എന്റെ കുഞ്ഞുങ്ങളാ. അതും എടുത്തോണ്ട് നമ്മുടെ സിഡ് പുറത്തേക്ക് വന്നു. ഏയ് മുട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അമ്മയാണ് ഞാൻ. പെട്ടെന്നാണ് ഇതിലൊരു മുട്ട ഉരുണ്ടുരുണ്ട് താഴെ വീണത്. അതെടുക്കാൻ വേണ്ടി നമ്മുടെ സിഡ് പോവാണ്. ഹാവു, പൊട്ടാതെ കിട്ടിയല്ലോ, ഭാഗ്യം. അപ്പോഴേക്ക് ഇതേ ബാക്കി 2 മുട്ടകളും ഉരുണ്ടുരുണ്ട് പോകുന്നു. ഇതിന് പിന്നാലെ ആയിട്ട് നമ്മുടെ സിഡും ഉരുണ്ടുരുണ്ട് മുന്നിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഒരെണ്ണം കിട്ടിയാ മറ്റേതുരുണ്ടു പോവും, മറ്റേത് കിട്ടിയാലോ അതിനപ്പുറത്ത് ഉരുണ്ടു പോവും. പിന്നെ ദേ ഒരു വുഡൻ പ്ലേറ്റില് ഇവനിങ്ങനെ ഉരുണ്ടുരുണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അവസാനം ഇതിലെ ഒരെണ്ണം തെറിച്ച് ഒരൊറ്റ പോക്കായിരുന്നു. സിഡ് അതിലെ 2 എണ്ണം എങ്ങനെയൊക്കെയോ ക്യാച്ച് പിടിക്കാൻ നോക്കി, എന്നാൽ മറ്റത് കിട്ടുന്നില്ല. അവസാനം ഇത് ചെന്ന് വീഴുന്നത് എല്ലിയുടെ കയ്യിലാണ്. എല്ലി, ഒരുപാട് നന്ദിയുണ്ട്. അന്നേരം മാനിയും എല്ലിയും അവനോട് പറഞ്ഞു, ഇത് ഏതോ ഒരു ജീവിയുടെ മുട്ടകളാണേ, നീ ഇത് കിട്ടിയെടുത്ത് കൊണ്ടുവയ്ക്കുന്നതാവും നല്ലത്, അല്ലെങ്കിൽ അപകടം പറ്റും. എന്നാ സിഡ് അതൊന്നും കേട്ടില്ല. നിങ്ങൾക്ക് അസൂയാണ്, 3 കുട്ടികളാ എനിക്ക് ഉണ്ടാവാൻ പോകുന്നത്, ഇവരെന്റെ പൊന്നോമന മക്കളാ. അങ്ങനെ നമ്മുടെ സിഡ് ഈ മുട്ടകള് അവൻ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെക്കുകയാണ്. എന്നിട്ട് അവയെ കാറ്റും മഴയും വെയിലും ഒന്നും കൊള്ളാതെ പരിചരിച്ചു വന്നു. ആ സമയത്ത് ഒരു ജീവി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതൊരു ടീറക്സ് ആയിരുന്നു. ശരിക്കും ഇവനെ എടുത്തോണ്ട് വന്നത് ടീറക്സിന്റെ മുട്ടകളുമായിരുന്നു. ഈ മുട്ട പൊട്ടി പുറത്തേക്ക് വന്ന ടീറക്സ് കുഞ്ഞുങ്ങള് സിഡിനെ കണ്ട് അവരുടെ അമ്മയാണെന്ന് തെറ്റിദ്ധരിച്ചു. സിഡിനും അവരോടൊന്നും പറയാൻ തോന്നിയില്ല. അങ്ങനെ സിഡ് ഈ ടീറക്സുകളുടെ അമ്മയായിട്ട് അവരെ അമ്മയെ പോലെ തന്നെ നോക്കിക്കണ്ട് സന്തോഷിപ്പിച്ച് കൊണ്ടുവരികയാണ്. മാനി ഉണ്ടാക്കിയിട്ടുള്ള പാർക്കിലേക്ക് നമ്മുടെ ടീറക്സ് കുഞ്ഞുങ്ങളുമായിട്ട് സിഡ് വന്നു. എന്നാ ഇവറ്റകള് ഡൈനോസർ അല്ലേ, കയ്യിൽ കിട്ടിയ കുഞ്ഞൻ മൃഗങ്ങളെ ഒക്കെ അവര് വായിക്കകത്താക്കി. നമ്മുടെ സിഡ് അവയെല്ലാം പുറത്തേക്കിട എന്ന് പറഞ്ഞ് അവരെ വഴക്ക് പറയാണ്. അവസാനം ഈ പാർക്ക് നശിച്ചു. മാനിയുടെ അടുത്ത് നിന്ന് സിഡിന് നല്ല വഴക്കും കേട്ടു. അപ്പോഴാണ് ഒരു പ്രകമ്പനം. നോക്കുമ്പോ മാമ ടീറക്സ് കുട്ടികളെ കിട്ടാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇത് കണ്ടതും നമ്മുടെ സിഡ് കുഞ്ഞുങ്ങളുമായി ഇവിടെ നിന്ന് ഒരു പാറയിടുക്കിൽ പോയി ഒളിച്ചിരുന്നു. തന്റെ കുഞ്ഞുങ്ങളെ കാണാത്ത ഈ മാമ ടീറക്സ് ദേഷ്യത്തോടെ ഇവിടെ ഉണ്ടായിരുന്ന ജീവികളെ ഒക്കെ തന്നെ വിരട്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ സിഡ് കുഞ്ഞുങ്ങളുമായിട്ട് ഒരിടത്ത് പതുങ്ങിയിരിക്കുന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾ ഒച്ച വെക്കാൻ തുടങ്ങി. അപ്പോഴാണ് മാമ ടീറക്സ് ഇവിടെ കുട്ടികളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ സിഡിനരികിലേക്ക് വരുന്നത്. സിഡാണെങ്കിൽ കുട്ടികളെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവസാനം സിഡിനെയും കൂടെ എടുത്ത് നമ്മുടെ മാമ ടീറക്സ് നേരെ താഴേക്ക് കൊണ്ടുപോകുവാണ്. ഇവനെ രക്ഷപ്പെടുത്താനായിട്ട് അങ്ങനെ നമ്മുടെ മാനിയും കൂട്ടുകാരും ഈ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് പോവാനായിട്ട് തയ്യാറാവുന്നു. എല്ലിയോട് വരണ്ട എന്ന് മാനി പറഞ്ഞതാണ്, പക്ഷെ അവള് പോവുക തന്നെ ചെയ്യാണ്.
അവിടെ ഒരു ഡൈനോസറിന്റെ അസ്ഥികൂടം കാണാം. അതും കടന്ന് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ വംശനാശം സംഭവിച്ചു എന്ന് കരുതപ്പെടുന്ന ഡൈനോസറുകളുടെ ഒരു ലോകം തന്നെയായിരുന്നു താഴെ. അവിടെ ഒരു ഡൈനോസർ ഇവരെ പേടിപ്പിക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ എഡ്ഡിയും ക്രാഷും, എന്തിനേറെ പറയുന്നു ഡിയാഗോ വരെ ആകെ പേടിച്ച് വിജൃംഭിച്ച് നിൽക്കുന്നുണ്ട്. അയ്യോ ഇതെന്നെ വാലിട്ടടിച്ച് കൊല്ലുന്നേ എന്നൊക്കെയാണ് നമ്മുടെ ഡിയാഗോ പേടിച്ചരണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ രക്ഷപ്പെടും? എല്ലിയാണെങ്കിൽ പ്രഗ്നന്റുമാണ്. മാനിക്ക് ഒരു ഐഡിയ പെട്ടെന്ന് കിട്ടണം. അപ്പോഴാണ് തൊട്ടപ്പുറത്തൊരു ബ്രാക്കിയോസോറസ് നിൽക്കുന്നത് നമ്മുടെ എല്ലി കാണുന്നത്. അതിന് പുല്ല് കൊടുത്ത് അതിന്റെ ദേഹത്തൂടെ ഇവര് താഴേക്ക് ഊർന്നിറങ്ങി. അപ്പോഴോ ഇവരെ ചുറ്റി വേറെയും ഒരുപാട് ഡൈനോസേഴ്സ്. അപ്പോഴാണ് ഒറ്റക്കണ്ണൻ വീസിലായിട്ടുള്ള ബക്ക് വൈൽഡ് ഇവരുടെ രക്ഷയ്ക്ക് വരുന്നത്. ഈ ബക്ക് വൈൽഡിന്റെ ഇൻട്രോ മൂവി കൂടിയാണ് കേട്ടോ ഇത്. അങ്ങനെ ബക്ക് വൈൽഡ് വന്ന്, നിങ്ങൾ അന്വേഷിച്ച് വന്ന നിങ്ങളുടെ ഫ്രണ്ടിനെ മാമ ടീറക്സ് ലാവ വെള്ളച്ചാട്ടത്തിന്റെ അരികിലേക്കാ കൊണ്ടുപോയത്. ഞാൻ കണ്ടതാ. നിങ്ങളെ അവിടെ എത്താൻ ഞാൻ സഹായിക്കാം. പിന്നെ ഈ കാണുന്ന പോലൊന്നുമല്ല കേട്ടോ, ഞാൻ ഈ കാട്ടിലെ വലിയ ഹീറോയാ. എന്റെ ഈ പൊട്ടിയ കണ്ണ് കണ്ടില്ലേ? ഇത് റൂഡി എന്ന വലിയ ഡൈനോസറുമായിട്ട് പോരാട്ടം നടത്തിയപ്പോ കിട്ടിയിട്ടുള്ള സമ്മാനമാണ്. ഈ ലാവ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് മിസ്റ്റീരിയസ് ഗാർഡൻ കടക്കണം, മാജിക് ഗ്യാസ് ബ്രിഡ്ജ് കടക്കണം. എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ ഭാഗ്യം. നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് കടക്കാമല്ലോ. ബക്കിന്റെ ഈ വാതോരാതെയുള്ള സംസാരം മാനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്നാലും സഹിച്ചല്ലേ പറ്റൂ. ബക്ക് ശരിക്കും അവരെ ഭരിക്കുന്നത് പോലെയൊക്കെയാണ് മാനിക്ക് തോന്നുന്നത്. അധികം വൈകാതെ മിസ്റ്റീരിയസ് ഗാർഡനിലേക്ക് ഇവര് കടക്കാണ്. ഇവിടെ നല്ല മനോഹരമായ പൂക്കളും പഴങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പഴം നമ്മുടെ മാനി എല്ലിക്ക് പറിച്ചു കൊടുക്കാൻ വേണ്ടി അത് പോയി ടച്ച് ചെയ്തതും മാനിയും ഡിയാഗോയും കൂടി ഒരു വമ്പൻ ഇരപിടിയൻ സസ്യത്തിന്റെ അകത്ത് പോയി പെട്ടു. അയ്യോ ദേ ബക്കെ, അവരെ രക്ഷപ്പെടുത്തു എന്ന് എല്ലി ഇവിടെ കിടന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. പെങ്ങള് പേടിക്കാതെ, ഞാൻ ഇവിടെ അല്ലേ, അവരെ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം. പെട്ടെന്നാണ് ഈ ഇരപിടിയൻ സസ്യത്തിനകത്ത് നിന്ന് ഒരു കൊഴുത്ത വെള്ളം മുകളിലേക്ക് കയറി വരുന്നു. അങ്ങനെ നമ്മുടെ ബക്കാവട്ടെ ഇതിനകത്തൂടെ താഴേക്ക് ഊർന്നിറങ്ങി. ഇതിനിടയിൽ 2 കളർ വയറുണ്ടായിരുന്നു, ഒന്ന് നീലയും ഒന്ന് ചുമപ്പും. അതില് നമ്മുടെ ചുവന്ന വയറ് നമ്മുടെ ബക്ക് ആദ്യം പൊട്ടിച്ചതും ഒരുപാട് വെള്ളം കുമിഞ്ഞങ്ങ് കൂടി. എന്നാ ബക്ക് വേഗം തന്നെ ആ നീല വയറ് പൊട്ടിക്കാണ്. അതോടുകൂടി ഈ വെള്ളവും അതുപോലെ ഇരപിടിയൻ സസ്യവും എല്ലാം കൂടെ പൊട്ടി തകർന്ന് ഇവര് പുറത്തേക്ക് എത്തുന്നു. ഹാവൂ, വല്ലാത്തൊരു അനുഭവമായി പോയി. ഇതൊന്നുമല്ല, ഇതിനേക്കാൾ കൂടുതൽ ഇവിടെ കാണാനുണ്ട്. ഇതൊന്നും കണ്ട് അങ്ങനെ പേടിക്കാതെ എന്ന് പറഞ്ഞ് ബക്ക് ഇവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ സമയത്ത് മാമ ടീറക്സ് ആവട്ടെ നമ്മുടെ ടീറക്സ് കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ നമ്മുടെ സിഡിനെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനറിയാം ഇതതിന്റെ കുഞ്ഞല്ല എന്നുള്ള കാര്യം. അങ്ങനെ മറ്റവരെ മാത്രം മാമ ടീറക്സ് സ്നേഹിക്കാണ്. ഇതിനെ പേടിപ്പിക്കാനായി വന്നപ്പോ ഈ കുഞ്ഞുങ്ങള് അതിന്റെ അമ്മയെ തടഞ്ഞു വെച്ചു. കാരണം അവരുടെ മനസ്സിൽ ഇപ്പോഴും സിഡ് അവരുടെ അമ്മയാണല്ലോ. ഈ സമയത്തേക്ക് ബക്കിന്റെ കൂടെ മറ്റുള്ളവര് ഈ മാജിക് ഗ്യാസ് ബ്രിഡ്ജിനടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും ഒരു മരണക്കെണിയാണ്. ദേ ഇവിടെയുള്ള ഈ ഗ്യാസ് ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം മാറും. ഈ ശബ്ദം മാറിയത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിരിക്കും. ചിരിച്ച് അവസാനം നമ്മൾ അങ്ങോട്ട് ചാവും. അതാണ് ഇവിടെ നടക്കുക. എള്ളിയെ സുരക്ഷിതമായിട്ട് ബക്ക് അപ്പുറത്തേക്ക് എത്തിച്ചു. അപ്പോഴേക്ക് ഈ ഗ്യാസ് ശ്വസിച്ച് ഇവന്മാര് കൂട്ടത്തോടെ ചിരിയായി. ദേ അവര് കൊല ചിരിയാ ചിരിക്കുന്നേ, പെട്ടെന്ന് തന്നെ രക്ഷിക്കു പെങ്ങളെ എന്ന് എല്ലിയോട് നമ്മുടെ ബക്ക് വിളിച്ചു പറയാണ്. അങ്ങനെ എല്ലിയും ബക്കും ഒരു വിധത്തില് ഇവന്മാര് ഈ ചിരിക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് അപ്പുറത്തേക്ക് എത്തിക്കുന്നു. ശകലമൊന്ന് വൈകിയിരുന്നെങ്കിൽ കാണായിരുന്നു ഇവിടെ നമ്മുടെ സിഡും മാമ ടീറക്സും കൂടിയിട്ട് ഈ ടീറക്സ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ശേഖരിച്ചു കൊടുക്കാണ്. സിഡ് പറഞ്ഞു ഇവര് വെജിറ്റേറിയൻ ആണെന്ന്. എന്നാൽ മാമ ടീറക്സ് ഇവർക്ക് ഇറച്ചിയാണ് വെച്ചു കൊടുക്കുന്നത്. ദേ നീ എന്റെ കുട്ടികളെ ചുമ്മാ ഇങ്ങനെ നോൺ വെജ് ആക്കല്ലേ എന്നൊക്കെ സിഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് കൂടുതൽ താല്പര്യം ഇറച്ചിയോട് തന്നെയായിരുന്നു കേട്ടോ. അപ്പോഴാണ് മാമ ടീറക്സ് ഒരു ശബ്ദം കേൾക്കുന്നത്. സിഡിനെ കൂടെ എടുത്തുകൊണ്ട് മാമ ടീറക്സ് ഒരു കൂട്ടിലേക്ക് കയറുന്നു. ഇതേ സമയത്ത് സന്ധ്യ ആയിരിക്കുന്നു എന്ന് പറഞ്ഞ ബക്ക് ഇനി വിശ്രമിച്ചിട്ട് പോകാമെന്ന് പറയുന്നു. റൂഡിയെ പറ്റി ഞാൻ പറഞ്ഞു തരാം. അത് കറുത്തിരണ്ട വലിയൊരു ഡൈനോസർ ആണ്. ഇവിടെ വച്ച് ഏറ്റവും ഭീകരൻ. അവനുമായിട്ടായിരുന്നു ഞാനിന്ന് ഫൈറ്റ് ചെയ്തത്. ദേ അവനെന്റെ ഒറ്റ കണ്ണ് പൊട്ടിച്ചു. ഞാൻ അവന്റെ വായ്ക്കകപ്പെട്ടു. പക്ഷേ ഞാൻ പുറത്തേക്ക് ചാടി അവന്റെ ഒരു പല്ലും പറിച്ചെടുത്തുകൊണ്ട് ആ പല്ലാണ് എന്റെ കയ്യിലുള്ള ഈ കത്തിയെന്ന് നമ്മുടെ ഈ ബക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാവരും അവന്റെ ഫാനായിട്ട് മാറുകയാണ്. പിറ്റേ ദിവസം യാത്ര തുടങ്ങിയപ്പോൾ ബക്ക് പറഞ്ഞു, ദേ ഇവിടെ റൂഡി വന്നെന്നാ തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ സിഡ് അവന്റെ കയ്യിൽ പെട്ടുപോയെന്നാ. പക്ഷേ അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ലെന്ന് നമുക്കറിയാമല്ലോ. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ആ ലാവ വെള്ളച്ചാട്ടത്തിനരികിലേക്ക് പോവാം. അപ്പോഴേക്ക് ഡിയാഗോ ലാവ വെള്ളച്ചാട്ടം എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പാറക്കെട്ടിലൂടെ ഭയങ്കര സേഫ് ആയിട്ട് നമ്മുടെ മാനി എല്ലിയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴാണ് പെട്ടെന്ന് പാറകൾ പൊട്ടി അവൾ ഏറ്റവും ടോപ്പിലായി. ഇവരൊക്കെ താഴെയുമായി.
സമയമായി. ഈ ഒരു പാറക്കെട്ടിന്റെ ഏറ്റവും താഴെ നിന്ന് കുറച്ച് കുഞ്ഞൻ ഡൈനോസറുകള് നമ്മുടെ എല്ലിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ മാമ ടീറക്സിന്റെ വാലിൽ തൂങ്ങി പൊക്കോണ്ടിരുന്ന സിഡ് ഒരിടത്ത് വീണപ്പോ ദേ ഒരു ഗംഭീര ഡൈനോസർ വന്നിരിക്കുകയാണ് അവന്റെ അടുത്തേക്ക്. ഇന്നേരത്ത് ഈ ഡൈനോസറുകളെ എതിർത്ത് മുകളിലേക്ക് പോവാനായിട്ട് മാനിയെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ഡിയാഗോയുടെ എല്ലിയെ രക്ഷപ്പെടുത്താൻ പറയുന്നു. അങ്ങനെ ഡിയാഗോ മുകളിലേക്ക് അള്ളി പിടിച്ച് കയറി ഈ കുഞ്ഞൻ ഡൈനോസറുകളെ ചേസ് ചെയ്ത് ഇവിടെ നിന്ന് ഓടിപ്പിക്കുകയാണ്. എല്ലി അവിടെ പേടിച്ചരണ്ട് നിൽക്കുമ്പോൾ പെങ്ങളെ ഒരിക്കലും പേടിക്കാതെ ഞാനിവിടെ വന്നിട്ടുണ്ട് എന്ന് നമ്മുടെ ഡിയാഗോ വിളിച്ചു പറയുന്നുണ്ട്. അന്നേരത്തെ താഴെ നിന്ന് പോകുന്ന ഡൈനോസറുകളെ മാനിയും എതിർത്ത് വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ താഴെ നിന്നും മുകളിൽ നിന്നും എങ്ങനെയൊക്കെയോ ഇവര് ഈ ഡൈനോസറുകളെ ഒക്കെ തന്നെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു. സിഡാവട്ടെ ഈ ഡൈനോസറുകളെ കണ്ട് പേടിച്ച് അവസാനം അവൻ ആ ലാവ വെള്ളച്ചാട്ടത്തിലേക്ക് വീണ് പെട്ടുപോവാണ്. ഒരു പാറയിൽ അവൻ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. അവൻ നിഴല് പോലെ ആ ഡൈനോസറിന്റെ രൂപം കാണുകയും ചെയ്തു. തൊട്ടു മുന്നിലായിട്ട് ലാവയുടെ വെള്ളച്ചാട്ടമാണ്. ഇത് മനസ്സിലാക്കിയ നമ്മുടെ ബക്കാവട്ടെ ക്രാഷിനെയും എഡ്ഡിയെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ടെറാനോഡൻ പറന്നു പോകുന്നുണ്ടായിരുന്നു. അതിന്റെ പുറത്തേക്ക് അങ്ങ് ചാടിക്കയറി എന്നിട്ട് വള്ളിയിട്ട് അതിന്റെ കൊക്കയില് പിടിച്ച് അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാ ഈ ടെറാനോഡന്റെ കൂട്ടമാണെങ്കിൽ ഇവരെ പിടിക്കാനായിട്ട് പിന്നാലെ വന്നു. ഇതിപ്പോ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ കണക്കായല്ലോ. പുറത്തിരുന്നുകൊണ്ട് ക്രാഷും മെഡിയും കയ്യിൽ കിട്ടിയ പഴങ്ങളൊക്കെ ഇതേ പിന്നാലെ വരുന്ന ടെറാനോഡൻസിനെ എറിഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പിക്കുന്നു. നമ്മുടെ സിഡാണെങ്കിൽ വീണില്ലെന്ന മട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കോ, ഞാൻ ദേ നമ്മുടെ സിഡിനെ രക്ഷപ്പെടുത്താൻ പോകുക എന്ന് നമ്മുടെ ബക്ക് പറയുന്നുണ്ട്. എന്നിട്ട് ഈ ടെറാനോഡന്റെ വായുടെ അതായത് കൊക്കിന്റെ ആ ഭാഗത്തേക്ക് ചെന്ന് നമ്മുടെ സിഡ് താഴെ വീഴുമ്പോഴേക്ക് അവനെയും പൊക്കിയെടുത്തോണ്ട് ഇവരൊറ്റ പോക്കായിരുന്നു. ഇതേ പിന്നാലെ നമ്മുടെ ടീറക്സ് കുഞ്ഞുങ്ങളും അവനെ ടാറ്റ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ കുഞ്ഞൻ ഡൈനോസറുകളെ എല്ലാത്തിനെയും ഓടി ഇവര് എല്ലിയുടെ അടുത്തേക്ക് എത്തിയപ്പോഴേക്ക് ദേ എല്ലി ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് അപ്പൊ തന്നെ ഇവര് പേര് വെച്ചു പീച്ചസ്. അങ്ങനെ ഇവര് തിരികെ നടക്കാണ്. നമ്മുടെ സിഡും തിരിച്ചെത്തിയല്ലോ. അന്നേരത്തേക്ക് നമ്മുടെ ബക്കതേ ഇതുവഴിയാ നിങ്ങൾ പോവേണ്ടത്, സമാധാനമായിട്ട് ഇരിക്കണം കേട്ടോ എന്ന് പറയുമ്പോഴാണ് ഫസ്റ്റ് ടൈം നമ്മൾ റൂഡിയെ കാണുന്നത്. അവൻ പുറത്തേക്ക് വന്നു. ആളെ കണ്ടാൽ നല്ല പ്രായം ഉണ്ടെങ്കിലും ശൗര്യത്തിന് കുഴപ്പമൊന്നുമില്ല. പീച്ചസിനെയും നമ്മുടെ എല്ലിയെയും ഒരിടത്ത് സേഫ് ആക്കി ഇരുത്തിയതിനു ശേഷം ബക്കിന്റെ കൂടെ നമ്മുടെ മാനിയും സിഡും ഡിയാഗോയും ഒന്നിച്ച് റോഡിയെ എതിർക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇവന് ഞാൻ ഒറ്റയ്ക്ക് മതി, ഇവനെയൊക്കെ എനിക്ക് പുഷ്പം പോലെ തോൽപ്പിക്കാൻ പറ്റൂ എന്ന് നമ്മുടെ ബക്ക് പറയുന്നുണ്ടെങ്കിലും മാനിക്കും ഡിയാഗോയ്ക്കും ഇത് കണ്ടങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഒന്നിച്ച് റോഡിയെ എതിർത്തു. ഒരു കയറ് വെച്ച് അങ്ങ് നിന്നും ഇങ്ങു നിന്നും ഇതിനെ കെട്ടിവെക്കാണ്. ആ കയറൊക്കെ പൊട്ടിച്ച് അത് പുറത്തേക്ക് വന്നപ്പോഴേക്ക് ദേണ്ടടാ നമ്മുടെ മമ്മ ടീറക്സ് അവിടേക്ക് വന്ന് അതിനെ ഒരു ഒറ്റ തട്ടിന് അപ്പുറത്തേക്ക് തട്ടിയിടുകയാണ് ചെയ്യുന്നത്. ഒരു വലിയ കൊക്കയിൽ നിന്ന് റോഡി താഴെ വീണിരിക്കുന്നു. അങ്ങനെ സിഡ് അവന്റെ കുഞ്ഞുമക്കളോട് യാത്രയൊക്കെ ചോദിച്ചു പോവാണ്. ഇത്രയും നാള് റോഡിയെ എതിർക്കണം എന്നുള്ളത് കൊണ്ടാണ് അവൻ ഈ കാട്ടിൽ ജീവിച്ചതെന്ന് ബക്ക് പറയുന്നു. എന്നാ നീ ഞങ്ങളോടൊപ്പം പോരെ എന്ന് ഇവർ പറഞ്ഞപ്പോഴാണ് ദേ റോഡിയുടെ കരച്ചില്. ബക്ക് തിരികെ തന്നെ ചെല്ലുന്നു. അങ്ങനെ ബക്കും റോഡിയും അവരുടേതായ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ തിരിച്ചെത്തിയ നമ്മുടെ ഡിയാഗോ പറഞ്ഞു, എന്തായാലും പീച്ചസിന് മാമന്മാരെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാനും എങ്ങും പോകുന്നില്ല. ഇതിനിടയ്ക്ക് തന്നെ ക്രാഷും എഡിയും പീച്ചസിന്റെ വലിയ ഫ്രണ്ട്സുമായിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലെ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു സീനോട് കൂടിയാണ് നമ്മുടെ ഐസ് ഏജ് 3 എന്ന മനോഹരമായ മൂവി അവസാനിക്കുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഓരോരുത്തർക്കും ഓരോരോ സ്ഥലങ്ങളുണ്ട്. അതായത് നമ്മൾ ഏറ്റവും കംഫർട്ട് ആയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അത് നമ്മളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മൾ അവിടെ കംഫർട്ട് ആവണോ എന്നുള്ളത് അത് നമ്മൾ തീരുമാനിച്ചാലേ നടക്കുള്ളൂ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല സന്തോഷം കിട്ടുന്ന, എല്ലാവരും പോയി കഴിഞ്ഞാലും സന്തോഷം കിട്ടുന്ന സ്ഥലം, അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മനസ്സിൽ വേറെന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് അത് ആസ്വദിക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എവിടെയാണോ ഹാപ്പി എന്നുള്ളത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. എവിടെ പോയാലും അതിലെ പോസിറ്റീവ്സ് മാത്രം കണ്ടെത്തിയിട്ട് നെഗറ്റീവ്സിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഒട്ടുമിക്ക സ്ഥലത്തും ഹാപ്പി ആയിട്ടിരിക്കും. ആ സ്ഥലമൊക്കെ നമ്മുടെ കംഫർട്ട് സോൺസുമായിട്ട് മാറും. അപ്പോൾ മിക്ക ഇടങ്ങളിൽ പോയാലും അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളിലെയും പോസിറ്റീവ്സ് തരം തിരിച്ചറിയാനായിട്ടുള്ള ഒരു ശേഷി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇനിയുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഐസ് ഏജ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രാഞ്ചൈസിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ് അതൊക്കെ ഒന്ന് കമന്റ്സ് ആയിട്ട് അറിയിക്കുക. സോ അടുത്തൊരു അടിപൊളി മൂവി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ ബൈ.